മറ്റുള്ളവർ പറഞ്ഞു തരുന്നൊന്നും ഒരിക്കലും തോന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് നേരം ദൃഷ്ടിദോഷമാണ്, എനിക്കത് പ്രശ്നമാണ്, ഈ പ്രശ്നം ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ വാക്കിന് ശക്തിയുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലും ഇടാൻ പേടിയാണെന്ന്. എസ്പെഷ്യലി കപ്പിൾസിനൊക്കെ ചിലപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും അടിയാവും. അപ്പം അത് ഈവിളായി കൊണ്ടാണ്, അതൊക്കെ തോന്നലാണ്. കണ്ണേറ് ഈവിളായി, ഇതിലൊക്കെ അതൊക്കെ സത്യം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഇടുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും ശരിക്കും. അല്ല, നമുക്ക് ഫോട്ടോ നാലാൾ കാണണം, അല്ലാതെ അവരുടെ ഹാപ്പിനെസ് കാണുന്നവരായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈവൻ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. എത്ര പ്രാവശ്യം നമ്മുടെ ഫോട്ടോ നോക്കും? ഒത്തിരി പ്രാവശ്യം ഒരു സന്തോഷമാണത്. അപ്പം അതിന് മുന്നേ ഉള്ള സന്തോഷവും ഇത്രയും സന്തോഷം ഒരു ലെവൽ വ്യത്യാസം ഉണ്ടല്ലേ. ഒരു പരിധി വരെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതാ ഇതിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. നേരെ മറിച്ച് ഈ വിള എന്നൊരു കൺസെപ്റ്റും ഉണ്ട്, അതുണ്ട്. അത് എങ്ങനെ നമുക്ക് നമ്മുടെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? ഈ റിച്വൽസ് എന്താ ചെയ്യാറ്? അത്യാവശ്യം കുന്തിരിക്കും, രാമച്ചൊക്കെ ഇട്ട് ഡെയിലി പോയിച്ച് എല്ലാ വീട്ടിലും പണ്ടൊക്കെ പോയിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ പോയിക്കാറുണ്ട്, മുസ്ലിം പള്ളിയിൽ പോയിക്കാറുണ്ട്. ഹിന്ദുക്കളുടെ വീട്ടിലാണെങ്കിൽ ചാണം തളിക്കാറുണ്ട്. വലിയൊരു പരിപാടി അത്, ചെറിയ പരിപാടി അല്ല അത്. വീടിന് ചുറ്റും ചാണം തളിക്കാന്ന് പറഞ്ഞാൽ ഹൈ പ്രൊട്ടക്റ്റഡ് പരിപാടി അത്.